നിലവിൽ 30,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ് ഇൻഡസ്ലൻഡ് ബാങ്ക് വ്യക്തിഗത വായ്പ ഇനത്തിൽ നൽകാറുള്ളത്. ഈ വ്യക്തിഗത വായ്പകൾ എന്ന് പറയുമ്പോൾ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യോ നമുക്ക് ഈ വായ്പ എടുക്കുവാൻ ആവശ്യമില്ല. ഈ വായ്പയ്ക്ക് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുവാനും സാധിക്കും. കസ്റ്റമർ ആയവർക്കും കസ്റ്റമർ അല്ലാത്തവർക്കും ഇൻഡസ്ലൻഡ് ബാങ്കിന്റെ ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. ഈ വായ്പയ്ക്ക് എങ്ങനെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, വായ്പാ തുക തുടങ്ങിയ മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ അനേകം വായ്പാ പദ്ധതികൾ, ഹോം ലോൺസ്, പേഴ്സണൽ ലോൺസ്, ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺസ്, എഡ്യൂക്കേഷൻ ലോൺസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വീഡിയോസ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കല്ല്. എന്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണിയോളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യയിലെ പ്രമുഖ പ്രൈവറ്റ് ബാങ്കുകളിൽ ഒന്നാണ് ഇൻഡസ്ലൻഡ് ബാങ്ക്. ഇൻഡസ്ലൻഡ് ബാങ്ക് നിലവിൽ 50 ലക്ഷം രൂപ വരെയാണ് വ്യക്തിഗത വായ്പ ഇനത്തിൽ നൽകാറുള്ളത്. ഇതൊരു വ്യക്തിഗത വായ്പ ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യോ നൽകേണ്ട ആവശ്യമില്ല. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് പ്രൊഫൈൽ മാത്രം പരിഗണിച്ചാണ് ഇങ്ങനെയുള്ള വായ്പകൾ നൽകുന്നത്. ഇൻഡസ്ലൻഡ് ബാങ്കിന്റെ വ്യക്തിഗത വായ്പയുടെ വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 10.49% തിരിച്ചടവ് കാലാവധിയായിട്ട് 1 വർഷം മുതൽ നമുക്ക് 6 വർഷം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധിയായി ലഭിക്കും. 6 വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 72 മാസം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധി ഈ വായ്പയ്ക്ക് ലഭ്യമാകുന്നതാണ്. കൃത്യമായ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറയാത്തത് 10.49 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. കൃത്യമായി പറയാത്തതിന്റെ കാരണം ഈ പലിശയും വായ്പാ തുകയൊക്കെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സിബിൽ സ്കോർ, അതുപോലെ തൊഴിൽ, പ്രായം, പ്രതിമാസ വരുമാനം തുടങ്ങിയവ പരിഗണിച്ചാണ് ബാങ്ക് എന്തുമാത്രം പലിശ നിരക്ക് ഈടാക്കണം, അതുപോലെ വായ്പ തുക നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. കൂടാതെ റിപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും ബാങ്കുകളുടെ പോളിസികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും അനുസരിച്ച് ഈ പലിശ നിരക്കിൽ മാറ്റം ഉണ്ടാകാം. മെറ്റ് ചാർജുകളായിട്ട് പ്രോസസിംഗ് ഫീസ് എടുത്ത വായ്പയുടെ 3%, GST 18% സാധാരണ ബാങ്ക് ഈടാക്കാറുള്ളത്. ഈ പ്രോസസിംഗ് ഫീസും GST നമുക്ക് വായ്പ ലഭ്യമാകുന്ന സമയത്ത് ഈ പ്രോസസിംഗ് ഫീസും GST കുറച്ചുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. നിലവിൽ ഇൻഡസ്ലൻഡ് ബാങ്കിന്റെ കസ്റ്റമർ ആയവർക്കും കസ്റ്റമർ അല്ലാത്തവർക്കും ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. തുടർന്നുള്ള വീഡിയോ മുഴുവൻ കാണുമ്പോൾ അതിന്റെ മുഴുവൻ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ഈ വായ്പ ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. 21 വയസ്സിന് മുകളിലുള്ള സാലറായിട്ടുള്ള വ്യക്തികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഈ വായ്പയ്ക്ക് ലഭ്യമാകും. എന്നാൽ കുറഞ്ഞത് നിങ്ങളുടെ നെറ്റ് മന്ത്ലി ഇൻകം 25,000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. നെറ്റ് മന്ത്ലി ഇൻകം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾക്ക് മറ്റ് കട്ടിങ്ങുകളൊക്കെ കാണും, EMI-കൾ അല്ലെ, വെഹിക്കിൾ EMIs അല്ലെങ്കിൽ മറ്റ് LIC പോലുള്ള കട്ടിങ്ങുകൾ കാണും. ഇതൊക്കെ കട്ട് ചെയ്തതിനു ശേഷം നമ്മളുടെ അക്കൗണ്ടിൽ കുറഞ്ഞത് 25,000 രൂപയെങ്കിലും ക്രെഡിറ്റ് ആയിരിക്കണം. ഇതാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. കൂടാതെ കുറഞ്ഞത് 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ കറന്റ്ലി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കുറഞ്ഞത് 1 വർഷമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നവരുമായിരിക്കണം. നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആനുവൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 4.8 ലക്ഷത്തിൽ കുറയാൻ പാടില്ല. കൂടാതെ 5 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. 750-ന് മുകളിലെങ്കിലും നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. എന്താണ് ഈ സിബിൽ സ്കോർ, എങ്ങനെ ഫ്രീ ആയിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം തുടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. നമുക്കറിയാം സിബിൽ സ്കോർ എന്ന് പറയുന്നത് 300-നും 900-നും ഇടയിലുള്ള ഒരു നമ്പറാണ്. ഈ നമ്പറിന് 750-ന് മുകളിലാണ് നിങ്ങളുടെ സിബിൽ സ്കോർ എങ്കിൽ അതൊരു നല്ല സിബിൽ സ്കോർ എന്ന് പറയാം. അങ്ങനെയുള്ളവർക്ക് വായ്പ എളുപ്പം ലഭ്യമാകും. നിങ്ങൾക്ക് നല്ലൊരു പ്രതിമാസ വരുമാനവും ഈ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് വായ്പ ബാങ്കുകൾ നൽകുന്നതാണ്. ഇനി ആവശ്യമായ ഡോക്യുമെന്റ്സ് നോക്കാം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആപ്ലിക്കേഷൻ ഫോം, കൂടാതെ നമ്മളുടെ KYC ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആധാർ കാർഡോ പാൻ കാർഡോ വോട്ടർ ഐഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ തുടങ്ങിയ രേഖകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ഇൻകം അഥവാ വരുമാനം തെളിയിക്കാനായിട്ട് 3 മാസത്തെ സാലറി സ്ലിപ്പ്, ഫോം 60 അല്ലെങ്കിൽ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആകുന്ന ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെങ്കിലും വേണം. ഇത്രയാണ് പ്രധാനമായിട്ടും ഡോക്യുമെന്റ്സ്. നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽസോ വല്ലതും ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തെളിയിക്കാനുള്ള പ്രൂഫുകൾ, അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ, നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന കറന്റ് അക്കൗണ്ടിന്റെ 6 മാസത്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ രേഖകളാണ് സാധാരണ ബാങ്ക് ആവശ്യപ്പെടാറുള്ളത്. ഇനി എങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഒന്നെങ്കിൽ ഇൻഡസ്ലൻഡ് ബാങ്ക് പേഴ്സണൽ ലോൺ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വെബ്സൈറ്റിന്റെ ഈ പേഴ്സണൽ ലോൺ എന്നുള്ള പേജിലേക്ക് പോകാൻ സാധിക്കും. ഈ വെബ്സൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലൊരു പേജിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഈ പേജിൽ നിങ്ങൾക്ക് കാണാം താഴെ അപ്ലൈ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ അഡ്രസ് പ്രൂഫിന്റെ പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളോട് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഇവരുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള പെർമിഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ മൊബൈൽ നമ്പർ എല്ലാം കൊടുക്കുന്നത്. ഇതിന് സെക്ഷൻ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം അവർ എൻ്റർ ചെയ്യണം. നമ്മൾ ഈ പാൻ കാർഡ് ഇവിടെ ആദ്യമേ തന്നെ കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ പാൻ കാർഡ് ആവശ്യപ്പെടുന്നത്. സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 750-ന് മുകളിലെങ്കിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ലോൺ എമൗണ്ട് ഉണ്ട് എന്ന്
ഇവർ കാണിക്കും. നിങ്ങൾക്ക് ആ ലോൺ ഓഫർ അക്സെപ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതൊരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിൽ വെച്ച് നിങ്ങൾക്ക് ഈ വായ്പ എടുക്കുവാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എൻട്രി ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ എടുത്ത വായ്പ നമ്മൾ തിരിച്ചടയ്ക്കുന്നത് ENICH നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. ENICH എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ EMI ഡേറ്റിൽ ഓട്ടോമാറ്റിക്കലി ക്യാഷ് എടുത്തോളൂ ബാങ്ക്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അത് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. വ്യക്തിഗത വായ്പകൾ എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ലോൺസ്. നമുക്കറിയാം അൺസെക്യൂർഡ് എന്ന് വെച്ചാൽ ഒരു ഇതിലുള്ള ഈടോ ജാമ്യമോ നൽകേണ്ട. അതുകൊണ്ട് ബാങ്കുകൾ നല്ല കസ്റ്റമേഴ്സിന് മാത്രമേ ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. നല്ല കസ്റ്റമർ എന്ന് പറയുമ്പോൾ നല്ലൊരു സിബിൽ സ്കോറും പ്രതിമാസ വരുമാനം ഉള്ളവർക്കേ ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തികൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ. ഈ വായ്പയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി നൽകാവുന്നതാണ്. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടി ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അപ്ലൈ നൗ കൊടുക്കാൻ മുമ്പ് കാണിച്ചു പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കുമായി ബന്ധപ്പെടാവുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.